നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കാഞ്ഞങ്ങാട് അരയിൽ 14കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയി കാർത്തിക പുഴയിൽ ഉച്ചയോടെയായിരുന്നു അപകടം. പുലിപ്പേടിയിൽ ഇരിയണ്ണി. കാറിൽ സഞ്ചരിക്കുകയായിരുന്നവരാണ് പുലിയെ കണ്ടത്. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് നെട്ടണികയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം. പടൈമൂലയിലെ P സതീശനാണ് മരിച്ചത്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന വയോധികയ്ക്ക് സ്കൂട്ടർ ഇടിച്ച് പരിക്ക്. ഞെട്ടിപ്പിക്കുന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശ്രിത നിയമന അട്ടിമറിക്കെതിരെയായിരുന്നു പ്രതിഷേധം. 212 ദിവസങ്ങൾ കൊണ്ട് 56 രാജ്യങ്ങൾ. തൃക്കരിപ്പൂർ പടന്നയിലെ KMC മുഹമ്മദ് കുഞ്ഞിയും കുടുംബവും 7 മാസം കൊണ്ട് താണ്ടിയത് ലോകത്തിലെ വിവിധ വൻകരകൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് അരയിൽ 14കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. ഉച്ചയോടെ അരയി കാർത്തിക പുഴയിലാണ് അപകടമുണ്ടായത്. കാഞ്ഞങ്ങാട് അരയി കാർത്തിക പുഴയിൽ 14കാരൻ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോടിയിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. അരയി കാർത്തിക പുഴയിൽ മറ്റ് 2 കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു സിനാൻ. നീന്തൽ അറിയാതിരുന്ന കുട്ടി പുഴയിൽ മുങ്ങി താഴുകയായിരുന്നു. വിവരമറിഞ്ഞ നാട്ടുകാർ ഓടിയെത്തുകയും പുഴയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. 1 മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്താനായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃക്കരിപ്പൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച സിനാൻ. വിദ്യാർത്ഥിയുടെ മരണം അരയി കാർത്തിക പ്രദേശത്തെ കണ്ണീരിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുലിപ്പേടിയിൽ ഇരിയണ്ണി. കാറിൽ സഞ്ചരിക്കുകയായിരുന്നവരാണ് പുലിയെ കണ്ടത്. കാറിന്റെ വെളിച്ചത്തിൽ റോഡിനു കുറുകെ പുലി ചാടിപ്പോകുന്ന വീഡിയോ വൈറലായതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. ബോവിക്കാനം എരിഞ്ഞിപ്പുഴ റോഡിലെ ഇരിയണ്ണി കുറ്റിയെടുക്കത്താണ് പുലി ഇറങ്ങിയതായി സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാറിൽ സഞ്ചരിക്കുകയായിരുന്നവരാണ് പുലിയെ കണ്ടത്. കാറിന്റെ വെളിച്ചത്തിൽ റോഡിന് കുറുകെ പുലി ചാടിപ്പോകുന്ന വീഡിയോ വൈറലായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. റിസർവ് വനപ്രദേശമാണിത്. നാട്ടുകാർ ഇത് സംബന്ധിച്ച് വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പുലിയെ പിടികൂടാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ ഭാഗത്ത് കാട്ടാനകളും കാട്ടുമൃഗങ്ങളും ജനജീവിതത്തിന് ഭീഷണിയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലും ഇരിയണ്ണിയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹമുയർന്നിരുന്നു. ഇരിയണ്ണി പേരെടുക്കം റോഡിലായിരുന്നു പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ അന്ന് വനം വകുപ്പ് ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നു. കാസർഗോഡിന്റെ വനാതിർത്തികളിലെ വിവിധ സ്ഥലങ്ങളിലും നിരവധി തവണ പുലിയെ കണ്ടതായി അഭ്യൂഹമുയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെട്ടണികയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം. നെട്ടണിക കിന്നിങ്കാർ പടൈമൂലയിലെ P സതീശനാണ് മരിച്ചത്. കിണറ്റിലിറങ്ങി കോഴിയെ പുറത്തെടുക്കുന്ന സമയത്ത് അബദ്ധത്തിൽ കയറിന്റെ പിടുത്തം വിട്ട് കിണറ്റിലേക്ക് വീണായിരുന്നു മരണം. കാസർഗോഡ് നെട്ടണികയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് കിണറ്റിൽ വീണ് മുങ്ങി മരിച്ചു. നെട്ടണിക കിന്നിങ്കാർ പടൈമൂലയിലെ P സതീശനാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30ഓടെയായിരുന്നു സംഭവം. വീടിനടുത്തുള്ള രവി നായിക് എന്നയാളുടെ വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ കോഴിയെ കിണറിലിറങ്ങി പുറത്തെടുക്കുന്ന സമയത്ത് അബദ്ധത്തിൽ കയറിന്റെ പിടുത്തം വിട്ട് കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഓടിക്കൂടിയവർ കിണറിൽ നിന്നും സതീശനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുന്ദര സീതു ദമ്പതികളുടെ മകനാണ് സതീശൻ. ഭാര്യ ഉമാവതി. വിദ്യാർത്ഥികളായ ഷർശാന്ത്, ശരണ്യ എന്നിവർ മക്കളാണ്. സഞ്ജീവ, വിജയ, ഗീത എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന വയോധികയ്ക്ക് സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റു. നെല്ലിക്കുന്ന് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കീരിച്ചിക്കാണ് പരിക്കേറ്റത്. ഞെട്ടിപ്പിക്കുന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന വയോധികയ്ക്ക് സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റു.
കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ 65-കാരിയായ കീരിച്ചിക്കാണ് പരിക്കേറ്റത്. നെല്ലിക്കുന്ന് സഹകരണ ബാങ്കിന് മുൻവശം സിപ്കോയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഞെട്ടിപ്പിക്കുന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെയാണ് വയോധിക റോഡ് മുറിച്ച് കടക്കുവാൻ ശ്രമിച്ചതെങ്കിലും സ്കൂട്ടർ ഇവരെ ഇടിച്ചിടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അപകടത്തിൽ കാലിന്റെ എല്ല് തകർന്ന കീരിച്ചി ഇപ്പോൾ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടി ഉൾപ്പെടെയുള്ള ചേരങ്കയിലെ കുടുംബമായിരുന്നു അപകടത്തിൽപ്പെട്ട സ്കൂട്ടറിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ഇവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശ്രിത നിയമന അട്ടിമറിക്കെതിരെയായിരുന്നു പ്രതിഷേധം. ആശ്രിത നിയമന അട്ടിമറിക്കെതിരെ കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ ആശ്രിത നിയമന പദ്ധതി എന്നത് അനവധി നിരവധി പോരാട്ടത്താൽ മാർച്ചിനു ശേഷം നടന്ന യോഗം NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. ജോലിക്ക് പകരം സമാശ്വാസ ധനം എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. കോർപ്പറേറ്റ് തൊഴിലുടമകളുടെ സംസ്കാരമായി തൊഴിലുടമകളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പിണറായി വിജയൻ സർക്കാർ ആശ്രിത നിയമനം എന്ന പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നു. അപ്പോൾ അതിൽ പറയുന്നു 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും തന്നെ ഇതിന്റെ ഗുണഭോക്താക്കളല്ല എന്ന് പറയുന്നു. 13 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയില്ല എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ്. ഒരു കാലത്തും ജനാധിപത്യ ചേരിയിലുള്ള NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇത്തരം കാട്ടുനീതി അംഗീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KC സുജിത് കുമാർ, K അശോക് കുമാർ, KM ജയപ്രകാശ്, നേതാക്കളായ ലോകേഷ് MB ആചാർ, വത്സല കൃഷ്ണൻ, MT പ്രസീത, SM രജനി, ജയപ്രകാശ് ആചാര്യ, VTP രാജേഷ്, ജില്ലാ സെക്രട്ടറി M ശ്രീനിവാസൻ, ജില്ലാ ട്രഷറർ VM രാജേഷ്, മാധവൻ നമ്പ്യാർ, റെനിൽസൺ തോമസ്, P കുഞ്ഞികൃഷ്ണൻ, പ്രവീൺ വരയില്യം, വിജയകുമാരൻ നായർ, സഞ്ജീവൻ അച്ചാന്തുരുത്തി, M സുജയൻ, രതി വയലപ്രം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 7 മാസം കൊണ്ട് ലോകത്തിലെ വിവിധ വൻകരകൾ താണ്ടി തൃക്കരിപ്പൂർ പടന്നയിലെ KMC മുഹമ്മദ് കുഞ്ഞിയും കുടുംബവും 212 ദിവസങ്ങൾ കൊണ്ട് 56 രാജ്യങ്ങളാണ് റോഡ് മാർഗം 76,000 കിലോമീറ്റർ ഇവർ സഞ്ചരിച്ച് ചരിത്രത്തിൽ ഇടം നേടിയത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലായി പടന്നയിലെ KMC മുഹമ്മദ് കുഞ്ഞിയുടെ കുടുംബാംഗങ്ങളായ ഭാര്യ AK നഫീസത്ത്, മകൻ അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ്, മകൾ ഡോക്ടർ മുനീഫ, മുനീഫയുടെ മകൻ വിൽഡൻ എസിൻ ആദം എന്നിവരാണ് ഏറെ സാഹസികമായ ഈ യാത്ര നടത്തിയത്. പ്രത്യേകം സജ്ജീകരിച്ച കാറിലായിരുന്നു വിവിധ ഭൂഖണ്ഡങ്ങൾ താണ്ടിയത്. കഴിഞ്ഞ ഒക്ടോബറിൽ മുംബൈയിൽ നിന്നുമാണ് കുടുംബം യാത്ര തിരിച്ചത്. ദുബായ്, ഇറാൻ, ഇറാഖ്, അസർബൈജാൻ, ജോർജിയ, തുർക്കി വഴിയാണ് യൂറോപ്പിലെത്തിയത്. പിന്നീട് ആഫ്രിക്കൻ രാഷ്ട്രമായ മൊറോക്കോയിലെത്തിയ ശേഷമാണ് പോർച്ചുഗലിലേക്ക് എത്തിയത്. ഫ്രാൻസ്, അയർലൻഡ്, നെതർലൻഡ്, സ്വീഡൻ, നോർവേ, റഷ്യ, കസാഖിസ്ഥാൻ, അർമേനിയ, ചൈന, ടിബറ്റ് എന്നിവിടങ്ങളിൽ സഞ്ചരിച്ചാണ് നേപ്പാൾ വഴി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. വിൽഡൻ എസിൻ ആദം എന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെയുണ്ടായ നീണ്ട യാത്രയിലും കുടുംബാംഗങ്ങൾക്കെല്ലാം മറക്കാനാവാത്ത അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളതെന്ന് ബിസിനസ്സുകാരനായ KMC മുഹമ്മദ് കുഞ്ഞിയുടെ മകൻ ബംഗളൂരുവിലെ കോടതിയിൽ പ്രാക്ടീസ് നടത്തിവരുന്ന അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ് KCN ന്യൂസിനോട് പറഞ്ഞു. റഷ്യയിൽ നിന്ന് നമ്മുടെ ഐറ്റനറി പ്രകാരം കസാഖിസ്ഥാനിലോട്ടായിരുന്നു പോകേണ്ടിരുന്നത്. അവിടെ ഒരു പ്രശ്നം വന്നു. റഷ്യ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല കസാഖിസ്ഥാനിലോട്ട്. തുടർന്ന് വീണ്ടും ജോർജിയയിൽ എൻ്റർ ചെയ്ത് ജോർജിയയിൽ നിന്ന് അർമീനിയ, ഇറാൻ വഴി അഫ്ഗാൻ കയറി അഫ്ഗാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നീട് കസാഖിസ്ഥാനിലോട്ട് എൻ്റർ ചെയ്യേണ്ടാവും. ഏകദേശം 12,000 കിലോമീറ്റർ എക്സ്ട്രാ ഡ്രൈവ് ചെയ്യേണ്ടാവും. അങ്ങനെ കസാഖിസ്ഥാനിൽ നിന്ന് നമ്മൾ ചൈനയിലോട്ട് എൻ്റർ ചെയ്തു. ചൈനയിൽ നേപ്പാൾ, ചൈന ടിബറ്റ് വഴി നേപ്പാളിലോട്ട് എൻ്റർ ചെയ്തു.
നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയാണ്. 9 ദിവസം മുമ്പാണ് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയത്. അപ്പം വളരെ ഭംഗിയായി യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കുടുംബത്തോടു കൂടി. കാരണം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലുതാൻ്റെ ഏകദേശം 7 മാസമായിരുന്നു പ്രായം. ഫസ്റ്റ് ബർത്ത്ഡേ റഷ്യയിൽ വെച്ച് ആഘോഷിക്കാൻ പറ്റി. അപ്പം വളരെ സന്തോഷമായി തിരിച്ചെത്താൻ പറ്റി എന്നുള്ളത് സന്തോഷിക്കുന്നു. KMC മുഹമ്മദ് കുഞ്ഞിക്കും കുടുംബത്തിനും പടന്ന ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നാട് പൗരസ്വീകരണം ഒരുക്കുകയും ചെയ്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 3 ദിവസങ്ങളിലായി നടന്ന തൃക്കരിപ്പൂർ കൂലേരി പടിഞ്ഞാറേ വീട് തറവാട് ദേവസ്ഥാനത്ത് കളിയാട്ടം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങളിൽ നിന്നും അനുഗ്രഹം തേടി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നായി 100 കണക്കിന് പേർ കൂലേരിയിലെത്തി. 3 ദിവസങ്ങളിലായി നടന്ന തൃക്കരിപ്പൂർ കൂലേരി പടിഞ്ഞാറേ വീട് തറവാട് ദേവസ്ഥാനത്ത് കളിയാട്ടം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നായി 100 കണക്കിന് പേർ കൂലേരിയിലെത്തി. കളിയാട്ട ഭാഗമായി പുലർച്ചെയും പകലുമായി നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി. കുടിവീരൻ, രക്തചാമുണ്ടി, കുണ്ടൂർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങി 6 തെയ്യക്കോലങ്ങൾ സമാപന ദിവസം ഭക്തർക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹം ചൊരിഞ്ഞു. സമാപന വേളയിൽ തറവാട് ദേവസ്ഥാനത്തെ ധർമ്മദൈവമായ വല്ലാർകുളങ്ങര ഭഗവതി വലിയ മുടിയേറ്റി അനുഗ്രഹം ചൊരിഞ്ഞു. തുടർന്ന് അന്നദാനവും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഹൈസ്കൂളിലെ 1992-93 അധ്യയന വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗുരുവന്ദന സ്നേഹസംഗമം ചടങ്ങ് വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ജി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഹൈസ്കൂളിൽ 1992-93 അധ്യയന വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗുരുവന്ദന സ്നേഹസംഗമം ചടങ്ങ് വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ജി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ಗುರು ಶಿಷ್ಯರ ಸಮಾಗಮ. ಅದೇ ರೀತಿಯಲ್ಲಿ ಸಹಪಾಠಿಗಳು ಪ್ರಪಂಚದ ನಾನಾ ಭಾಗಗಳಲ್ಲಿ ಇರುವವರು ಒಂದು ದಿವಸಕ್ಕೆ ಅವರು ನಮ್ಮ ಜೊತೆ ಇದ್ದಾರೆ. ಅಂದರೆ ಪ್ರಪಂಚದ ನಾನಾ ಭಾಗಗಳಲ್ಲಿರುವಂಥ ಈ 92-93ನೇ ಸಾಲಿನ ವಿದ್ಯಾರ್ಥಿಗಳು ಇಲ್ಲಿ ಒಟ್ಟು ಸೇರಿದ್ದೀರಿ. ಅಷ್ಟು ಮಾತ್ರ ಅಲ್ಲ, ನೀವು ಕಲಿತ ಶಾಲೆಯನ್ನೇ ಇದಕ್ಕೆ ವ್ಯಾಲ್ಯೂ ಆಗಿ ನೀವು ಆರಿಸಿದ್ದೀರಿ. ಬಹಳ ಸಂತೋಷ ಆಯಿತು. പൂർവ്വ വിദ്യാർത്ഥിയും കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ സുജാത എസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും വ്യവസായിയുമായ MP ഇസ്മായിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ മൻസൂർ, സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ റഹ്മാനുദ്യാവർ എന്നിവർ മുഖ്യാതിഥികളായി. അധ്യാപകരായ ഈശ്വര മാസ്റ്റർ, സരസ്വതി ടീച്ചർ, ആനന്ദ മാസ്റ്റർ, പ്രസന്ന ടീച്ചർ, അനിത ടീച്ചർ, ശിശുപാലൻ, വാർഡ് മെമ്പർ രാജേഷ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പഴയ വിദ്യാർത്ഥികൾ ഒരേ വേദിയിൽ ഒത്തുകൂടിയ അപൂർവ നിമിഷം പഴയ സ്കൂൾ ഓർമ്മകളുടെ സംഗമമായി മാറി. വിദ്യാർത്ഥികൾ ജീവിതത്തിലെ എല്ലാ വിലപ്പെട്ട നിമിഷങ്ങളും പങ്കുവയ്ക്കുകയും കടന്നുപോയ കാലത്തെ അനുസ്മരിക്കുകയും ചെയ്തു. വേദിയിൽ അധ്യാപകരെയും വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയവരെയും ഷാളും മൊമന്റോയും നൽകി ആദരിച്ചു. ഖലീൽ ബജാൽ സ്വാഗതവും ഹരിണാക്ഷി നന്ദിയും പറഞ്ഞു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷാ വികസന സമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം AE ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തങ്ങളുടെ ശ്രമഫലമായിറങ്ങിയ ഉത്തരവുകളിലൂടെ ആരംഭിച്ച 85 കന്നഡ വിദ്യാലയങ്ങളിലെ മലയാള പഠനത്തിന് വേറെ പാഠപുസ്തകം ഇനിയും തയ്യാറായിട്ടില്ലെന്നും 2022 പാഠപുസ്തകത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി പാഠപുസ്തക ഓഫീസർക്ക് നൽകിയതായി SCERT ഡയറക്ടർ അറിയിച്ചിരുന്നതായും പാഠപുസ്തക അച്ചടി അകാരണമായി വൈകിച്ചതിലും ഈ വർഷത്തെ അധ്യാപക നിയമനത്തിന് നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് നയാബസാറിലെ മഞ്ചേശ്വരം AE ഓഫീസിനു മുന്നിൽ ധർണ നടത്തുന്നതെന്ന് മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷാ വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലം ഈ 85 വിദ്യാലയങ്ങളിൽ
ഒന്നാം തരം മുതൽ മലയാള ഭാഷാ പഠനത്തിനായി വേണ്ടുന്ന പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് നൽകുന്നതിനും അവർ ഗവൺമെൻറ് പ്രസ്സിലേക്ക് കൊടുത്തിട്ട് പോലും അത് അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടി പാഠപുസ്തക ഡിപ്പോയിൽ നിന്ന് നടന്നിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ എഴുതി ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി. ഇക്കാരണത്താൽ സംഘടന ഈ വരുന്ന വെള്ളിയാഴ്ച 31-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മഞ്ചേശ്വരം AE ഓഫീസിന് മുന്നിൽ നാട്ടുകാരെയും ബഹുജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 1ാം ഘട്ടം എന്ന നിലയിൽ മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷാ വികസന സമിതി പ്രസിഡന്റ് MK അലി മാസ്റ്റർ, ജനറൽ സെക്രട്ടറി S വിനായകൻ, ട്രഷറർ അബ്ബാസ് ഓണന്ത, സത്യൻ C ഉപ്പള, മെഹമ്മൂദ് കൈക്കമ്പ, മജീദ് പൊർക്കാടി, മജീദ് ധർമ്മനഗർ, OM റഷീദ് മാസ്റ്റർ, സെഡ്ഡെ മൊഗ്രാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനും കുവൈത്ത് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും അങ്കണവാടിയിലെ കുരുന്നുകൾക്ക് പ്രവേശന ദിനത്തിൽ സമ്മാന കിറ്റ് നൽകുവാൻ ഒരുക്കങ്ങളായി. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ 110 അങ്കണവാടികളിലെ 2000-ൽ പരം കുട്ടികൾക്കാണ് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്യുക. മെയ് 31-ന് നടക്കുന്ന അറിവ് 2024 അങ്കണവാടി കിറ്റ് വിതരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി MSF കുവൈറ്റ് KMCC ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MSF മണ്ഡലത്തിന് കീഴിലെ 55-ാം ശാഖാ പരിധിയിലാണ് കിറ്റ് വിതരണം നടക്കുക. കളറിംഗ് ബുക്ക്, ക്രയോൺസ്, ബിസ്ക്കറ്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയ സമ്മാന കിറ്റാണ് മണ്ഡലത്തിലെ 2000 കുരുന്നുകൾക്ക് അങ്കണവാടി പ്രവേശന ദിനത്തിൽ നൽകുന്നത്. മെയ് 30-ന് നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കിറ്റ് വിതരണ ഉദ്ഘാടനം നടക്കും. ശാഖാതലങ്ങളിൽ മെയ് 31-ന് ഭാരവാഹികൾ അങ്കണവാടികളിൽ ചെന്ന് കുരുന്നുകൾക്ക് കിറ്റുകൾ കൈമാറും. ഇതോടൊപ്പം മികച്ച രീതിയിൽ കളറിംഗ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈയിൽ സമ്മാനങ്ങളും നൽകും. 30-ാം തീയതിയാണ് പ്രവേശനോത്സവം. അതേ ഭാഗമായിക്കൊണ്ട് 31-ാം തീയതിയാണ് ഈ നിയോജകമണ്ഡലത്തിലെ 110 അംഗനവാടികളിലെ 2000-ത്തോളം കുട്ടികൾക്ക് സ്നേഹ സമ്മാനവുമായി MSF പ്രവർത്തകർ കുരുന്നുകൾക്ക് ഒരു സമ്മാനം എന്ന നിലക്കാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. സത്താർ വടക്കുംപാട്, മുഹമ്മദ് തെക്കേക്കാട്, അസറുദ്ദീൻ മണിയനോടി, മുഹമ്മദ് റാഹിൽ, ഉസ്മാൻ പോത്താങ്കണ്ടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരിയ ഫ്ലവേഴ്സ് കലാപഠന കേന്ദ്രം 1ാം വാർഷികം ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെ ചെണ്ടമേളവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. അനുദിനം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പെരിയയ്ക്ക് മുതൽക്കൂട്ടായി പെരിയ ബസ് സ്റ്റോപ്പിന് സമീപം അംബേദ്കർ സ്കൂൾ പരിസരത്തുള്ള ഫ്ലവേഴ്സ് കലാപഠന കേന്ദ്രം 1ാം വാർഷികം ആഘോഷിച്ചു. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ നൃത്ത ഇനങ്ങളും കൂടാതെ വിവിധ സംഗീതോപകരണങ്ങളും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റുകളും ഡ്രോയിംഗ്, പെയിന്റിംഗ്, ക്രാഫ്റ്റ്, അഭിനയം, നാടകം, തിരുവാതിര, ഫ്യൂഷൻ ഡാൻസ്, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, അറബിക് ഡാൻസ്, നാടോടി നൃത്തം, പരിചയമുട്ട്, നാടൻപാട്ട്, മാപ്പിളപ്പാട്ട് കൂടാതെ യോഗ, കളരി, കരാട്ടെ, തായ്ക്കൊണ്ടോ തുടങ്ങിയ ഇനങ്ങളുമാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. 1ാം വാർഷികാഘോഷം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മറ്റും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഫ്ലവേഴ്സ് ഡയറക്ടർ T കമലാക്ഷൻ കാര്യപരിപാടികൾ വിശദീകരിച്ചു. തുടർന്ന് കലാവിദ്യാർത്ഥികളുടെ ചെണ്ടമേളവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സോഷ്യലിസ്റ്റ് നേതാവും സാഹിത്യകാരനുമായ MP വീരേന്ദ്രകുമാർ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും സാഹിത്യകാരനുമായ MP വീരേന്ദ്രകുമാറിന്റെ 4ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് RJD അരയെ ഡിവിഷൻ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. അനുസ്മരണ യോഗത്തിൽ ഡിവിഷൻ സെക്രട്ടറി പ്രജേഷ് പാലക്കൽ സ്വാഗതം പറഞ്ഞു. RJD അരയെ ഡിവിഷൻ പ്രസിഡന്റ് മായാകുമാരി അധ്യക്ഷത വഹിച്ചു. K അമ്പാടി വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PP രാജൻ, ജനതാ പ്രവാസി സെന്റർ ജില്ലാ സെക്രട്ടറി വിജയൻ മണക്കാട്ട്, വേലായുധൻ നിരൂക്കിൽ, ഗംഗാധരൻ P, മധു PP, ഇബ്രാഹിം, സഹദേവൻ, ജയരാജൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് സൗത്തിൽ നടന്ന അനുസ്മരണ പരിപാടി RJD സംസ്ഥാന കമ്മിറ്റി അംഗം M കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു. PP രാജൻ അധ്യക്ഷനായി. പന്നങ്കാവ് കൃഷ്ണൻ, പ്രജീഷ് പാലക്കാൽ, KT സ്കറിയ, അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, KV മായാകുമാരി, വിജയൻ മണക്കാട്ട് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി UK ജയപ്രകാശ് സ്വാഗതവും CV രമേശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
മഹാകവി പി കുഞ്ഞിരാമൻ നായർ അനുസ്മരണം കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ നടന്നു. ഡോക്ടർ ആർ ചന്ദ്രബോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹാകവി പി കുഞ്ഞിരാമൻ നായർ പല കാലങ്ങളിൽ പടരുന്ന കവിയാണെന്നും ഇനിയും ധാരാളം പഠിക്കാനുള്ള അപൂർവ പ്രതിഭയാണ് അദ്ദേഹമെന്നും ഡോക്ടർ ആർ ചന്ദ്രബോസ് പറഞ്ഞു. ആധുനികതയുടെ പ്രതിപുരുഷനും ധ്യാന കവിതയുടെ വക്താവുമാണ് പി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട് പി സ്മാരക സമിതി പി സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച പി സ്മൃതിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പി സാഹിത്യ പുരസ്കാരം നേടിയ എൻ പ്രഭാകരന്റെ ഞാൻ മാത്രമല്ലാത്ത ഞാൻ എന്ന പുസ്തകം ഇ.പി. രാജഗോപാലൻ പരിചയപ്പെടുത്തി. കടാങ്കുടി പ്രഭാകരൻ എഡിറ്റ് ചെയ്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച അനേകം ഓർമ്മകളിൽ പി കുഞ്ഞിരാമൻ നായർ എന്ന പുസ്തകം ഡോക്ടർ എം ശ്രീധരൻ സി.പി. ശുഭയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. സാഹിത്യ പുരസ്കാര ഫലകം രൂപകൽപ്പന ചെയ്ത വിവേക് ബോവിക്കാനത്തെ കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് ആദരിച്ചു. പി മുരളീധരൻ അധ്യക്ഷനായി. ഡോക്ടർ കെ വി സജീവൻ സ്വാഗതവും രാമകൃഷ്ണൻ വാണിയമ്പാറ നന്ദിയും പറഞ്ഞു. തുടർന്ന് പി കലാകേന്ദ്രത്തിലെ കലാകാരികൾ തിരുവാതിരക്കളി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. FSW സുരക്ഷാ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. ഹൊസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന FSW സുരക്ഷാ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ പ്രൊജക്ടിലെ HRGമാരുടെ മക്കൾക്ക് വേണ്ടി ബെറ്റർ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായത്തോടുകൂടി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഹൊസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള മിനി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഹൊസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പാൻടെക് ചെയർമാൻ പ്രൊഫസർ KP ഭരതൻ അധ്യക്ഷത വഹിച്ചു. മൈഗ്രന്റ് സുരക്ഷാ പ്രൊജക്ട് മാനേജർ അരുൺ തോമസ് ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. പ്രൊജക്ട് ഡയറക്ടർ രാജീവൻ T സ്വാഗതവും പ്രൊജക്ട് മാനേജർ വിദ്യാ CK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കാഞ്ഞങ്ങാട് അരയിയിൽ 14കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയി കാർത്തിക പുഴയിൽ ഉച്ചയോടെയായിരുന്നു അപകടം. പുലിപ്പേടിയിൽ ഇരിയണ്ണി കാറിൽ സഞ്ചരിക്കുകയായിരുന്നവരാണ് പുലിയെ കണ്ടത്. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് നെട്ടണികയിൽ കിണറ്റിൽ വീണ കോഴിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം. പടൈമൂലയിലെ P സതീശനാണ് മരിച്ചത്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന വയോധികയ്ക്ക് സ്കൂട്ടർ ഇടിച്ച് പരിക്ക്. ഞെട്ടിപ്പിക്കുന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കേരള NGO അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശ്രിത നിയമന അട്ടിമറിക്കെതിരെയായിരുന്നു പ്രതിഷേധം. 212 ദിവസങ്ങൾ കൊണ്ട് 56 രാജ്യങ്ങൾ. തൃക്കരിപ്പൂർ പടന്നയിലെ KMC മുഹമ്മദ് കുഞ്ഞിയും കുടുംബവും 7 മാസം കൊണ്ട് താണ്ടിയത് ലോകത്തിലെ വിവിധ വൻകരകൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.